വാട്ടർ പ്യൂരിഫയർ സാറിനൊന്ന് പരിചയപ്പെടുത്തണം. വാട്ടർ പ്യൂരിഫയർ ഞാൻ പറഞ്ഞു, മോനെ ഇത് രാജസ്ഥാനിലേക്ക് മണൽ ഏറ്റിക്കുന്നതല്ലോ. വയനാട്ടുകാരെ ഞങ്ങൾക്ക് എന്തിനാണ് വാട്ടർ പ്യൂരിഫയർ? നല്ല വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഇത്? സാറേ എനിക്കതറിയാം, സാറേ വാങ്ങണ്ട, എനിക്ക് സാറൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊരു ചാൻസ് വരും. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ മാർക്കറ്റിംഗിലുള്ള ആളാണ്, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഓക്കെ, അവിടെ എന്നിട്ട് പറഞ്ഞു, സാർ കിച്ചൺ എവിടെയാണ്? കിച്ചൺ എവിടെയാണ്? എനിക്ക് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് കൊള്ളാമെന്നുണ്ട്. സാറ് വാങ്ങണ്ട, സാർ ഒന്ന് കാണിക്കാനുള്ള ഒരു ചാൻസ്. ഓഫ് കോഴ്സ് പ്ലീസ് കം. അങ്ങനെ വിളിച്ചു, കിച്ചണിൽ പോയി പുള്ളി ഇതെല്ലാം സെറ്റ് ചെയ്തു. ഇവനിതെല്ലാം എക്സ്പ്ലെയിൻ തുടങ്ങി. നമുക്കറിയാം, നമുക്കിതൊന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ട് എന്തെങ്കിലും സാധനമൊക്കെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നിങ്ങൾ ടി വി വാങ്ങുമ്പോൾ, ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടെ മനസ്സിലാവാറുണ്ടോ? ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ഒരു കാര്യവും പറഞ്ഞ് മനസ്സിലായില്ല. എന്നോട് അവസാനം ഇവന് വെള്ളം എടുത്തിട്ട് ഗ്ലാസ് എടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറേ ഒന്ന് കുടിക്കുക ചോദിച്ചു. ഞാൻ കുടിച്ചു. എങ്ങനെയുണ്ട് സാറേ വെള്ളം? നമ്മുടെ മുഖത്ത് നോക്കി കോൺഫിഡൻ്റ് ആയിട്ട് ഒരാൾ ഗ്ലാസ് വെള്ളം നിന്നിട്ട് പറയാണ് എങ്ങനെയുണ്ട് വെള്ളം, അല്ലെങ്കിൽ ഒരു സാധനം നിന്നിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? മോശമാണെന്ന് നമ്മൾ പറയാറില്ല. പറയോ? മോശമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? നല്ലതാണ്. ആണോ ഇല്ലയോ? അവൻ ആ കോൺഫിഡൻസോടുകൂടി വെള്ളം നിന്നിട്ട് ചോദിച്ചു, സാറേ വെള്ളം എങ്ങനെയുണ്ട്? ആ ഒരു ഡിഫറൻസ് സാറിന് ഫീൽ ചെയ്യുന്നില്ല? സാധാരണ പൈപ്പിൽ വെള്ളത്തുമായിട്ട് ഞാൻ മുന്നുണ്ട്, നല്ല വെള്ളമല്ലേ? താങ്ക് യു സാർ, ഇത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. സാർ ഞാൻ പാക്ക് ചെയ്തോട്ടെ, വേറെ എന്തെങ്കിലും സംശയം? ഞാൻ ഒന്നുമില്ല. ഇവൻ അതെല്ലാം പാക്ക് ചെയ്ത് മുന്നിൽ വന്നു. ലിവിംഗ് റൂം അവിടെ മുന്നിൽ ഞങ്ങളുടെ വരാന്തയിലേക്ക് വന്നു. എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു മോനെ കാപ്പിയോ ചായ? സാർ ചായ ആയിക്കോട്ടെ. ചായ കൊടുത്തു. ചായ കുടിയൊക്കെ കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, സാർ എങ്ങനെയാണെങ്കിലോ ഞാൻ പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞു ശരി സാർ. പിന്നെ ചെക്കാണോ ക്യാഷാണോ? സാറേ ചെക്കാണോ ക്യാഷാണോ? നമ്മുടെ ബിസിനസ്സിൽ പല ആൾക്കാരും ക്ലോസിങ്ങിന് പോകും. എന്താ ചെയ്യുക? നോക്കുന്നോ, വരുന്നോ എൻ്റെ കൂടെ? സാട്ടൻ പേപ്പറിൽ വെച്ച് ലാല് ബാബുരാജിനെ വിളിച്ച പോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എൻ്റെ കൂടെ വരുന്ന എൻ്റെ കൂടെ നോക്കല്ലേ? ഒരു പരിപാടിയില്ല. എൻ്റെ എന്താ പറയാ, രാജസ്ഥാനിലേക്ക് മണലേറ്റിക്കുന്ന ഒരു ചോദ്യം മൂപ്പരിക്കോടെ ഇല്ല. സാറേ ചെക്കാണോ ക്യാഷാണോ? ഞാൻ കരുതി 10-20 വർഷം പരിചയമുള്ള, മാർക്കറ്റിംഗ് പരിചയമുള്ള ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയവൻ, ഏറ്റവും വലിയ പുലി. ആ ഞാൻ എന്നെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് അവൻ അത് എന്നോട് ചെക്ക് എന്ന് പറയിപ്പിച്ചു. അതാണ് ക്ലോസിംഗ്. ശരിയല്ലേ? അതാണ് ക്ലോസിംഗ്. അതായത് ഒരു ഓപ്ഷൻ അവനെ മുന്നിൽ വെച്ചില്ല. അങ്ങനെ നിന്ന് കൈ തന്നിട്ട് ഒറ്റ ചോദ്യം കണ്ണിൽ നോക്കി, സാറേ ചെക്കാണോ ക്യാഷാണോ? ഞാൻ പറഞ്ഞു ചെക്ക്. ഞാൻ പറഞ്ഞു ചെക്ക് കൊടുത്തു. സാധനം ഒന്ന് ഫിറ്റ് ചെയ്തു. ആ വെള്ളമാണ് ഇപ്പോഴും അമ്മ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷം ഞാൻ ഈ സന്ദീപിനോട് ചോദിച്ചു, അല്ല സന്ദീപേ, എടാ നിനക്ക് അന്ന് എന്നെ ഈ ക്ലോസ് ചെയ്യാനുള്ള ഒരു ചേതോവിഹാരം ഉണ്ടായിരുന്നു ചോദിച്ചു. ഇവൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, സാറേ 31-ാം തീയതി സാറ് വീട്ടിൽ വന്നു, ഓർക്കുന്നുണ്ടോന്നറിയില്ല, ഒരു 31-ാം തീയതി ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ടാർഗറ്റ് തികഞ്ഞില്ല. ബോസ് വിളിയോ കോഴിക്കോടുന്ന് ഇപ്പൊ തെറിപ്പിക്കെന്റെ ജോലി നോട്ടാണ് വിളിക്കുന്നത്. നാളെ രാവിലെ ഓഫീസിൽ കയറണമെങ്കിൽ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യണം. എന്റെ സുഹൃത്തിനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, അല്ല മോനെ ഒരു രക്ഷയില്ല, ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, എടാ എവിടെയെങ്കിലും ഒരുത്തനെ കിട്ടുമോ ഒന്ന് കൊല്ലാൻ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നല്ലൊരു ക്ലയന്റ് ഉണ്ട്, നീ പോയിക്കോ, ഇന്ന സ്ഥലത്താണ്, ആള് നാട്ടിൽ വന്നിട്ടുണ്ട്, വേണമെങ്കിൽ പോയാൽ ഇപ്പൊ കിട്ടും. വന്നു സാറേ. കേറുമ്പോ സ്റ്റെപ്പ് കേറുമ്പോ ഒറ്റ വേണുള്ളൂ, ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങുള്ള വാശിയിൽ ഞാൻ കയറി ക്ലോസ് ചെയ്തു. ഹലോ, അതാണ് ഒരു മനോഭാവം വേണ്ടത് ബിസിനസ് ക്ലോസ് ചെയ്യാൻ. ഇന്ന് നിങ്ങൾ കണ്ടിരിക്കുന്ന സുജിത് ഖാനും, ഇന്ന് നിങ്ങൾ കണ്ടിരിക്കുന്ന ഓം പ്രകാശും, ഇന്ന് നിങ്ങൾ കണ്ടിരിക്കുന്ന മനോജ് മാധവനും, ഇന്ന് നിങ്ങൾ കണ്ടിരിക്കുന്ന ഓരോ ടോപ്പ് ലീഡേഴ്സിനും ഒരൊറ്റ മനോഭാവമുള്ളൂ, അവർക്ക് ഈ ബിസിനസ്സിൽ ഡയമണ്ട് ആവണം. അതിനെന്ത് വേണം? പുതിയ ആളുകൾ ബിസിനസ്സിലേക്ക് വരണം, ഒരു നെറ്റ്വർക്ക് എക്സ്പാൻഡ് ആവണം. ആ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്ത് വേണം? നമ്മളായിരിക്കണം ഈ ബിസിനസ്സിൽ ക്ലോസിംഗിന്റെ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. സോ ഞാൻ പറയുന്നു, ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിൽ വേണ്ട ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ആ സെയിൽസ് ക്ലോസിംഗ് മനോഭാവം ശക്തമായിരിക്കണം. താങ്ക് യു സോ മച്ച്.